ജാതുവാണോ ഇത്? ഹായ്, കതിര് ആദ്യമായിട്ട് അങ്കൻവാടി പോയ ഓർമ്മയുണ്ടോ? അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വന്നാലോ? കതിരൂട്ടി രാവിലെ തന്നെ എണീച്ച് പല്ലൊക്കെ തേച്ച് കുളിച്ച് ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഞങ്ങൾ അങ്കൻവാടി പോവാൻ ഒരുങ്ങാണ് കേട്ടോ. കറങ്ങി ഹായ് ഒക്കെ പറഞ്ഞു. എന്തോ പുതിയ പുതിയ ബാഗാണോ? മുടിയൊക്കെ കെട്ടണ്ടേ? പെൺകുട്ടിയാണ്ട് എനിക്കിങ്ങനെ ഒരുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അവളിങ്ങനെ അടങ്ങിയിരിക്കത്തൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. സുന്ദരിക്കുട്ടിയാക്കാം ഒരുക്കാന്നൊക്കെ പറഞ്ഞാൽ ഓടി വരും. സത്യം പറഞ്ഞാൽ ഇപ്പം പെൺകുഞ്ഞുങ്ങളുള്ള എല്ലാ അമ്മമാരും ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ഹെയർ ആക്സസറീസ് ആയിരിക്കും അല്ലേ? ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. 1-ാം മാസം മുതൽ ഒരുപാട് ഹെയർ ബാൻഡുകളും കുഞ്ഞു ക്ലിപ്പുകളും പിന്നെ കുറച്ചുകൂടെ വളർന്നപ്പം ക്യൂട്ടായിട്ടുള്ള ബണ്ണുകൾ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ മുടിയില്ലാത്തതുകൊണ്ട് അവൾക്ക് മുടിയുള്ള ഹെയർ ബാൻഡ് വരെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്തോ ക്യൂട്ടായിട്ടുള്ള ഹെയർ ആക്സസറീസ് ഒക്കെ കാണുമ്പോൾ ഇപ്പോഴും ഞാൻ വാങ്ങാറുണ്ട് കേട്ടോ. കുഞ്ഞൂസിൻ്റെ മുടിയിൽ താജ്മഹൽ പണിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവൾ അടങ്ങിയിരിക്കാത്തതുകൊണ്ടും സമയം തീരെ കിട്ടാത്തതുകൊണ്ടും വെണ്ണില ചന്ദന കിണ്ണത്തിൽ അങ്ങ് ഒതുക്കും. ബാഗും ബോട്ടിലും ഒക്കെ വാങ്ങി അന്നോട്ട് ബാഗൊക്കെ തൂക്കിയാണ് ആൾ നടപ്പ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മളൊരു ഫുഡും കൂടെ കരുതിയിട്ടുണ്ട്. കാരണം ആഹാരമായിട്ട് അത്ര ചങ്ങാത്തം ഇല്ലാത്ത ആളാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാ? ഇപ്പഴേ കുടിക്കുവാന്നോടി? അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് ഉമ്മയും അച്ഛൻ്റെ അമ്മമ്മയുടെ കയ്യിൽ നിന്ന് അനുഗ്രഹങ്ങളും ഒക്കെ വാങ്ങി അങ്ങനെ കുഞ്ഞൂസ് സ്കൂളിൽ പോകാൻ ഇറങ്ങി. മേ ബി അവളെയും കാട്ടി എക്സൈറ്റഡ് ഞങ്ങളൊക്കെ ആയിരുന്നെന്ന് തോന്നുന്നു. സ്റ്റിക്കർ ഒന്നും ഇളക്കിയില്ല കേട്ടോ. ജാതുവാണോ ഇത്? അംഗനവാടിയിലേക്ക് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ. അങ്ങനെ അങ്കൻവാടി ചെന്നുടനെ ഷൈജ ടീച്ചർ വന്ന് കുഞ്ഞൂസിനെ വിളിച്ചുകൊണ്ട് പോയി കേട്ടോ. എല്ലാരും ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയത് കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? കതിർ അങ്കൻവാടി പോകുന്നതാണ്. അച്ചാമ്മയൊക്കെ വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പാപ്പ നേരിട്ടോ തിന്നോ? കൂട്ടുകാരടുത്തൊക്കെ എല്ലാം കഴിക്കണം കേട്ടോ. പയ്യെ കുറച്ചാ കുടിച്ച്.
കുഞ്ഞൂസ് അങ്ങനെ ഹാപ്പിയായി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരിക്കുന്ന കണ്ടപ്പം ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് മടങ്ങി കേട്ടോ. ഈവനിങ് ഒരു 3-3:30 ആയപ്പോഴേക്ക് ഞങ്ങൾ അംഗൻവാടി കുഞ്ഞൂസിനെ വിളിക്കാൻ ചെന്നു. ആരൊക്കെയാ കൂട്ടുകാരെ സംസാരിച്ച എല്ലാവരുമായിട്ട്? കൂട്ടുകാരെല്ലാവരും ഇന്ത്യ പോയിക്കുന്നവര് നാളെ വരുമോ? നാളെ വരുമോ? കുഞ്ഞൂസ് എന്തായാലും ഹാപ്പി ആയിരുന്നു. അങ്ങനെ നാളെ വരാമെന്ന് പറഞ്ഞ് ഫ്രണ്ട്സിനൊക്കെ ടാറ്റ കൊടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റ പറ.